ലോകത്തിന്റെ നക്ഷത്രമായ ഉദയം കൊണ്ടും ഹിജ്റ 470 കൈലാനിൽ ജനിക്കുകയും ഹിജ്റ 561 ബഗ്ദാദിൽ വഫാത്താവുകയും ചെയ്ത ലോകത്തിന്റെ കനക നക്ഷത്രമാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ലക്ഷക്കണക്കായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഓസുലാളമിനെ കൊണ്ട് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്റെ കണ്ടവർക്കൊക്കെ അറിയാം ഇത് വലിയ ആളാ. അപ്പൊ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. ഹിജ്റ 470 കൈലാനിൽ ജനിക്കുകയും ഹിജ്റ 561 ബഗ്ദാദിൽ മരിക്കുകയും ചെയ്തു ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നാ ജനിച്ചത് ഹിജ്റ 470 റമളാൻ 1 ജനിച്ച്. ഹിജ്റ 401 റമളാൻ ഹിജ്റ 470 റമളാൻ 1 ജനിച്ച് കൈലാനിൽ ജനിച്ച് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ജനിച്ച് റമളാൻ 1 ജനിച്ച് ശുദ്ധീകരിച്ച കുട്ടിക്ക് മുല കൊടുത്തു. കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടി മുല കുടിച്ചില്ല. ജനിച്ച അന്ന് കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടിക്ക് മുല കൊടുക്കാൻ പലരും ശ്രമം നടത്തി. കുട്ടി മുല കുടിച്ചില്ല. ജനിച്ച അന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവരെയൊക്കെ തള്ളിയിട്ട് ഇപ്പോൾ ചില പുള്ളരാണ് ദീനിന്റെ മർമ്മം എന്ന് വിചാരിക്കുന്നത്. ആഖിർ സമാനിലെ വസ്വാസാണ്. ഇത് നല്ലോണം മനസ്സിലാക്കണം. സുന്നികൾക്ക് പോലും ഇപ്പോൾ എവിടെയാണ് റീഡിംഗ് എന്നറിയാത്തൊരു കാലഘട്ടമായി വന്നുപോയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സുന്നികളാണ്. നമുക്കെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ ജനതയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. എവിടുന്നോ കടം വാങ്ങേണ്ടതില്ല. ഒക്കെ നിറഞ്ഞ ജനതയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നാടാകെ ലഘുലേഖം കൊണ്ട് നടന്നതുകൊണ്ടാണോ? കാസറ്റ് ഉണ്ടാക്കിയിട്ട് വീടാന്തരം കൊടുത്തയച്ചത് കൊണ്ടാണോ? അതൊന്നുമല്ല. കവലയിൽ മുഴുവനും ചേട്ടന്മാരെയും ഹിന്ദുക്കളെയും ഒക്കെ കൂട്ടി വാദപ്രതിവാദം നടത്തിയതാണോ? അതുമല്ല. പിന്നെന്താ? ജനിച്ച അന്ന് റമളാൻ 470 റമളാൻ 1 ജനിച്ച് ശുദ്ധീകരിച്ച കുട്ടിക്ക് മുല കൊടുത്തു. കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള ശ്രമങ്ങൾ വിഫല ശ്രമമായി. ഒരിക്കലും കുട്ടി മുല കുടിച്ചതില്ല. വീട്ടുകാർക്കൊരു പരിഭ്രാന്തിയുമുണ്ടായി. കുട്ടി മുലം കെട്ട് തട്ടിക്കളയുന്നു. അതാ മഗ്‌രിബിന് നേരമായി റമളാൻ 1 വീട്ടിലും പരിസരത്തുമുള്ള ആളുകൾ റമളാൻ 1 ജനങ്ങൾ നോമ്പ് തുറന്ന് കുട്ടി മുല കുടിച്ച്. സുബ്ഹാനല്ലാഹ്, കുട്ടി മുല കുടിച്ച് എന്ന് റമളാൻ 1 ജനിച്ച ആദ്യത്തെ ദിവസം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എന്താണ് ജനങ്ങളെ നമ്മൾ ചിന്തിക്കാത്ത? എങ്ങനെ നമ്മൾ ഇവരൊക്കെ മറക്കുക? ചിന്തിക്ക്. മഗ്‌രിബിന് കുട്ടി മുല കുടിക്ക്. സുബഹയോട് കൂടെ മുല നെട്ട് വീണ്ടും തട്ടി മുല കൊടുത്തു. കുട്ടി കുടിച്ചില്ല. പിറ്റേന്ന് പകലും മുല കുടിച്ചില്ല. റമളാൻ 30 പകലിനും മുല കുടിച്ചില്ല. എന്ന് ജനിച്ച ദിവസം മുതൽ അപ്പോഴത്തിന് കൈലാനിൽ നിന്ന് കേട്ടവരിതാ ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് വന്ന്. ഫാത്തിമ ഉമ്മുൽ ഖൈർ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ഫാത്തിമ ഉമ്മുൽ ഖൈറിന് നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണ്. ഫാത്തിമ ഉമ്മുൽ ഖൈർ ദുആക്ക് ഇജാബത്തുള്ള പെണ്ണാണെന്ന് പരിസരത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ മോനാണ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കരുത് മജ്‌ലിസിൽ. ഇത് മഹാന്മാരെ മജ്‌ലിസാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഫാത്തിമ ഉമ്മുൽ ഖൈർ പരിസരവാസികൾ ഒരു വിഷയമുണ്ടായാൽ ഫാത്തിമ ഉമ്മുൽ ഖൈറിനെ കൊണ്ട് ദുആ അർപ്പിക്കും. കാര്യം നടക്കും. ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ മോനാണ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. നാടാകെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. റമളാനിൽ ഇതാ നോമ്പ് നോക്കുന്ന ഒരു കുഞ്ഞിനെ ഇതാ റമളാനിലെ പകൽ
കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞിനെ ഫാത്തിമ ഉമ്മുൽ ഖൈർ പ്രസവിച്ചിരിക്കുന്നു. നാടാകെ അത്ഭുതമായി. അക്കൊല്ലം അങ്ങനെ കഴിഞ്ഞ് പിറ്റേ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു. പിറ്റേ കൊല്ലം ഷഅബാന്റെ അവസാന ഭാഗമായപ്പോൾ കൈലാനിൽ മേഘം മൂടി. റമളാനാണോ അതല്ല ഷഅബാനാണോ എന്ന് തിരിച്ചറിയാത്ത ഷെക്കിന്റെ ദിവസമായപ്പോൾ ജനങ്ങളിൽ പല ആളുകൾക്കും വിഷമമായി. മേഘം മൂടി. ഷഅബാൻ 30 അത് റമളാനിൽ ഒന്നാണോ അതല്ല റമളാനല്ലേ എന്നൊരു തിരിച്ചറിവില്ലാത്തൊരു സന്ദർഭമായപ്പോൾ പരിസരത്തെ പെണ്ണുങ്ങള് ഷെക്കിന്റെ ദിവസം രാവിലെ ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് വന്ന്, ഫാത്തിമ, ഞങ്ങൾ റമളാനാണോ ശഅബാനാണോ എന്ന് ഷെക്കിലാണ്, ഒരു വിധി തീർപ്പ് പറഞ്ഞു തരൂ. ഫാത്തിമ ഉമ്മുൽ ഖൈർ പറഞ്ഞ്, ഇന്ന് റമളാൻ തന്നെ. സുബ്ഹിയുടെ ബാങ്ക് കേട്ടതിന് ശേഷം ഞാൻ എന്റെ കുഞ്ഞിന്റെ വായിലേക്ക് മുല നട്ട് വെച്ച് കൊടുത്ത് കുഞ്ഞ് മുല നട്ട് തട്ടിക്കളഞ്ഞ് ഇന്ന് റമളാൻ തന്നെ. അപ്പോൾ മനസ്സുറപ്പിച്ചു കൊടുക്കുന്ന കാളിയാന പണി എന്ന് 1-ാമത്തെ വയസ്സിൽ. ആരുടെ പണി? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഇത്തരം മഹാന്മാരാണ് ലോകത്ത്. ഇവരാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലേ തൊടാത്തോവർ. റമളാൻ 30 ദിവസം മുല കുടിച്ചതേ ഇല്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. കുഞ്ഞനാളിൽ പോലും ഉഖലാഇന്റെ രീതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുകല്ലഫായ അബ്ദാനി എന്ന ബോധം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആര്? മഹാനായ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ഖുതാബ് സുൽത്താനുൽ ഔലിയാ അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മനസ്സ് തുറന്നാമയും പറയാം, അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. നല്ല വഴിക്ക് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവരാണ് പ്രബോധനത്തിന്റെ ആധാരം. നമ്മൾ ചിന്തിക്കണം. ഇവർ വഴിയാണ് ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഉണ്ടായത്. ഇങ്ങനത്തെ ആളുകൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. 40 കൊല്ലമാണ് ബഗ്ദാദിൽ വഅദ് പറഞ്ഞതല്ല. എല്ലാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ വഅദ് പറയും. മദ്രസത്തുൽ ഇമാമിയയുടെ പള്ളിയിൽ ആരംഭിച്ച വഅദ് പിന്നീട് വിപുലമായി പിന്നെ ബഗ്ദാദിലെ മൈതാനിലേക്ക് വഅദ് നീക്കി. 70,000 ആളുകളൊക്കെ വഅദിൽ പങ്കെടുക്കും. റബ്ബ മജ്തമഅ ഇലൈഹി 70,000 മിൻ ഹുല്ലാർ. 70,000 ആളുകളെല്ലാം മജ്ലിസിൽ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യസ്മഉ മൻ അബ്അദു മിൻഹു കമാ യസ്മഉ മൻ അഖറബു മിൻഹു. തൊട്ടടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്നത് പോലെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളും കേൾക്കും. എത്രയാണ് മജ്ലിസിൽ? 70,000 എന്നാണ് വഅദ് പറയുന്നത്. മൈക്ക കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് വഅദ്. പഠിച്ചോനെ അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. മനുഷ്യന്മാരെ, ഇതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ഈമാൻ കട്ട് കൊണ്ടുപോകുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ തള്ളിക്കളയാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഔലിയാക്കന്മാരെ കള്ളന്മാരും മോശക്കാരും മാരണക്കാരുമാക്കാനുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ കള്ളനാണയത്തെ തിരിച്ചറിയണം. കള്ളനാണയം ഉണ്ടാകും, നല്ല നാണയം ഉള്ളാടത്തെല്ലാം കള്ളനാണയം ഉണ്ടാവും. അതെവിടെയും ഉണ്ടാവും. നരേന്ദ്രമോദി 2000 പുതിയ നോട്ട് എന്നാണോ ഇറക്കിയത് അന്നാണ് 2000 കള്ളനോട്ടും ഇറക്കിയിട്ടുണ്ടാവുക. അതാരിറക്കി? അല്ലാഹു അഅലം. രണ്ടും ഒരേ ആഴ്ച പിടിച്ചിട്ടുണ്ട്. നല്ല നോട്ട് പ്രചരിച്ച അതേ ആഴ്ച കള്ളനോട്ട് പിടികൂടി എന്നതാണ് അത്ഭുതകരമായ സംഗതി. അതില്ലാതാക്കാൻ പറ്റൂല. കള്ളനോട്ട് നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടാവും, അതുറപ്പാണ്. അത് തിരിച്ചറിവ് മനുഷ്യന്മാർക്ക് ഉണ്ടാവണമെന്നേ ഉള്ളൂ. കള്ളന്മാരുണ്ടാവും, കള്ളന്മാർ ഔലിയാക്കന്മാരായി വരും, അതൊക്കെ ഉറപ്പ്. അത് ഔലിയാക്കന്മാർ കള്ളന്മാരായതുകൊണ്ടല്ല, കള്ളന്മാർ ഔലിയാക്കന്മാരായി ചമയുന്നു എന്നേ ഉള്ളൂ.
അങ്ങനെയാണ്. അതെന്തിനും കള്ളന്മാരുണ്ടാവും. ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ കള്ളന്മാരുണ്ടാവും. അത് ഡ്രൈവർ കള്ളനായതല്ല, കള്ളൻ ഡ്രൈവറായതാണ്. മൂല്യന്മാർ കള്ളന്മാരായി അങ്ങനെയല്ല. മൂല്യന്മാർ കള്ളന്മാരാവില്ല, കള്ളം മൂല്യരാവും. അങ്ങനെയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. മൂല്യര് കള്ളനാവില്ല. മൂല്യര് കള്ളനാണ്, പ്രശ്നമില്ല. കള്ളന് തലയെ കെട്ട് കിട്ടും. മൂല്യരെന്ന് പറഞ്ഞാൽ പഠിച്ചവനെ പേടിക്കുന്നവനാണ്. അള്ളാഹിനെ പേടിക്കുന്നവരെ യഥാർത്ഥ മൂല്യരനെ ആവുള്ളൂ. യഥാർത്ഥ ഖായിഫാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇന്നമാ ഇങ്ങോട്ട് നോക്ക്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ ആലിമീങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മൂല്യര് ഒരിക്കലും കള്ളനാവില്ല, ഒരിക്കലും മൂല്യര് കള്ളനാവില്ല. പക്ഷെ എന്തുണ്ടാവും? കള്ളന്മാര് തലയെ കെട്ടി നടക്കും. അത് മൂല്യരാണെന്ന് വിചാരിക്കണ്ട. അത് ഏറ്റവും കൂടുതൽ എവിടെയാണോ ലാഭം കിട്ടുക ആ കോലത്തിലൊക്കെ മനുഷ്യർ കള്ളന്മാരിറങ്ങും. അത് ചിലപ്പോൾ കരിവായിൽ വാരിത്തേച്ചിറങ്ങും, ചിലപ്പോൾ വെള്ളക്കുപ്പായിട്ട് ഇറങ്ങും. ചില കോലത്തിലും കള്ളന്മാര് വരും. എന്റെ വല്യമ്മ പറയും ശൈത്താൻ പല കോലത്തിലും വരും എന്നതുപോലെ പല കോലത്തിലും വന്നു. അല്ലാതെ അല്ല. ഔലിയാക്കന്മാരെ അവരാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. ഒരു എം എം അക്ബറുമല്ല, ഒരു സാക്കിർ നായിക്കുമല്ല, ഒന്നുമല്ല. ഞാൻ അവരുടെ മേൽ കരിനിയമം ചുമത്താവും എന്നതിന് അനുകൂലിയല്ല. പക്ഷേ ഇതൊക്കെയാണ് പ്രബോധനം എന്നിപ്പോൾ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ധരിച്ചു പോയ ഭീമമായ അബദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തെറ്റാണ്. അവരുടെ പ്രബോധനമല്ല. ഇവർക്കൊക്കെ ഈ വിവരം അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ വിവരം അറിയുന്ന ആളായിരുന്നു ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. പ്രശ്നമുണ്ടായപ്പോൾ ഇടപെട്ടു എന്നല്ലാതെ നാടാകെ കുറ്റിയും പൊറുക്കി നാടാകെ അന്യസമുദായക്കാരെ ചീത്ത പറയാൻ നടന്നിട്ടില്ല. അതുകൊണ്ട് അന്യസമുദായക്കാർക്ക് ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മേൽ പ്രയാസവും ഇല്ല. ചിന്തിക്ക്. പ്രബോധനം നമുക്ക് തോന്നിയതല്ല, നമുക്ക് തോന്നിയ ശൈലിയല്ല പ്രബോധനം. അള്ളാഹു സമ്മതം കൊടുത്ത വഴിയിൽ മാത്രമേ പ്രബോധനം പറ്റൂ. പ്രബോധനത്തിന് സമ്മതം വേണം. അതേതാ സമ്മതം കൊടുത്തവർ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അവരെന്താ ചെയ്തത്? അവർ നല്ലവരായി. അപ്പൊ ആളുകളൊക്കെ നല്ലവരായി. അൽ ഹസനു സഞ്ചരി ഖാജ ഹിജ്റ 537 സഞ്ചറിൽ ജനിച്ച ലോകത്തിന്റെ വിളക്കാണ് അൽ ഹസനു സഞ്ചരി. ആ ഹസനു സഞ്ചരി ഹിജ്റ 537 സഞ്ചറിൽ ജനിച്ച ലോകത്തിന്റെ കനകവിളക്കാണ് അൽ ഹസനു സഞ്ചരി. ഇറാനിലെ സഞ്ചറിൽ ജനിച്ച ഹസൻ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. ഹസനു സഞ്ചരി ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലാഖ്. 90 ലക്ഷം. വാദപ്രതിവാദമല്ല, ലഘുലേഖയല്ല, കേസറ്റ് അച്ചടിച്ചതല്ല, ഒന്നുമല്ല. അങ്ങോട്ട് വന്നപ്പോ എല്ലാവർക്കും അവിടെ ബോധ്യപ്പെട്ടത് പടച്ചോന്റെ ആളെന്നെ. അങ്ങോട്ട് മുസ്ലിമായി. എല്ലാവരും മുസ്ലിമായി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെത്തി. ധാരാക്കടിലെ രാജാവിന്റെ മകൾ 10-18 വയസ്സുള്ള അതിസുന്ദരിയായ പെണ്ണ് വന്ന് ശപഥം ചെയ്തു. അപ്പോഴത്തിന് ഹാജാക്ക് 10-60 വയസ്സാണ്. ഞാൻ മുസ്ലിമാകാൻ തീർച്ചയാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നെ ഹാജ കല്യാണം കഴിക്കണം. അന്ന് ഹാജാക്ക് വയസ്സ് 60 കഴിഞ്ഞ്. ധാരാക്കടി രാജാവിന്റെ മകൾ അതിസുന്ദരിയായ പെണ്ണ് വാശി പിടിച്ച് എന്നെ ഹാജ കല്യാണം കഴിക്കണം. നിർബന്ധാവസ്ഥയിൽ ആ പെണ്ണിനെ ഹാജ കല്യാണം കഴിച്ചു. അതിൽ ഹാജക്ക് കുട്ടികളുണ്ടായി. ചിന്തിക്ക്. മുസ്ലിമല്ല അവരൊന്നും. ഹാജയിലേക്ക് ഒഴുകുക. ഹാജ നിങ്ങൾ ചിന്തിക്ക്. ഹാജലോ ഇന്ത്യയിൽ ഒരു വാദപ്രതിവാദം നടത്തിയിട്ടില്ല. ഹാജ ഒരു സ്നേഹ സംവാദം നടത്തിയിട്ടില്ല. ഹാജ സ്റ്റേജിൽ 3 ആളുകളെ കയറ്റിയിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ച് നടന്നിട്ടില്ല. അതൊന്നുമില്ല. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, തെറ്റി ശരി എന്നതിനേക്കാൾ മൂല്യം അതാണ് മർമ്മം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ബേജാറാകരുത്. ദീനിന്റെ പ്രബോധനത്തിന്റെ മർമ്മം നമ്മൾ സാലിഹ്യങ്ങളായി തീരലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അംഗീകരിക്കപ്പെടും. നിങ്ങളെ ചിന്തിക്കണം. നമ്മൾ വളരെ ചിന്തിക്കും. ഹാജ 90 ലക്ഷം. ആരാണ് ഈ 90 ലക്ഷം? കൃപാണം തൂക്കി നടക്കുന്ന രജപുത്രന്മാർ. അരയിൽ വളഞ്ഞ ഒരു പീച്ചാങ്കുത്തിയും തൂക്കിയാണ് അവർ നടക്കുക. കൃപാണം തൂക്കി നടക്കുന്ന രജപുത്രന്മാർ.
തോട്ടാക്കൊല്ലു. അങ്ങനത്തെ രജപുത്രന്മാരാണ്, വില്ലാളിപൂരന്മാരായ രജപുത്രന്മാരാണ് 90 ലക്ഷം ഖാജയുടെ അടുത്ത് വന്ന് മുസ്ലിമായത്. റളിയല്ലാഹു അൻഹു. വറക്കബറ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. വറക്കബറ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്തേ? ഹസൻ അള്ളാന്റെ ആളാണ്, ഹസനോട് കളിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹസൻ പടച്ചോന്റെ ആളാണ്. ചിന്തിക്ക. അജ്മീറിൽ ഒരു സ്ഥലത്ത് വന്ന് തമ്പടിച്ചു. അവിടെ വന്ന് അനാസാഗറിന്റെ പരിസരത്ത് വന്ന് തമ്പടിച്ച്. കാരണം അവിടുന്ന് ഒതു കൊടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ രാജാവിന്റെ ആട്ടിടയന്മാർ വന്ന്, ഒട്ടകമേക്കാർ വന്ന് പറഞ്ഞു, ഇവിടെ തമ്പടിക്കാൻ പറ്റൂല, ഇവിടെ ഞങ്ങൾ ഒട്ടകത്തെ കിടത്തുന്ന സ്ഥലമാണ്, ഒട്ടകത്തിനെ കിടക്കാൻ അപ്പുറത്തും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഞങ്ങൾ സമ്മതിച്ചില്ല, ഇവിടെ നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാ ഒട്ടകം ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഹാജയും സംഘവും അവിടുന്ന് അപ്പുറത്തേക്ക് മാറി. പിറ്റേന്ന് നേരം വെളുത്ത് ഒട്ടകം എണീച്ചില്ല. ഒട്ടകം അങ്ങനെ കിടക്കന്നെ. ഒട്ടകത്തെ തീറ്റാൻ കൊണ്ടുപോകുന്ന ഇടയന്മാർ പല പണിയും നോക്കി, ഒട്ടകം എണീറ്റില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഖാജയും അനുയായികളും വന്ന സ്ഥലം മുടക്കിയത് ഇവർക്ക് ബോധ്യപ്പെട്ടു. ഖാജയുടെ കാൽക്കൽ പോയി വീണ് ഖാജയോട് പറഞ്ഞ് ഒട്ടകത്തെ എണീപ്പിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, ഒട്ടകത്തെ എണീപ്പിക്കാൻ എനിക്ക് കഴിയൂല, അത് ഒട്ടകത്തിന്റെ ഉടമക്കാരനും ഭൂമിയുടെ ഉടമക്കാരനുമേ കഴിയൂ. ഭൂമിയിൽ ഒട്ടകം കിടക്കുന്നു, ഒട്ടകം എണീക്കുന്നില്ലെങ്കിൽ അത് ഇന്നെ കൊണ്ട് നടക്കുന്ന പണിയല്ല, എണീപ്പിക്കലിനെ കൊണ്ട് നടക്കൂല. എന്തുകൊണ്ട്? അത് ഭൂമിയുടെ ഉടമക്കാരനും ഒട്ടകത്തിന്റെ ഉടമക്കാരനും അത് ആയ ആൾക്ക് അതിൽ ഇടപെടാൻ കഴിയുള്ളൂ. ഞാൻ ഭൂമിയുടെ ഉടമക്കാരനുമല്ല, ഞാൻ ഒട്ടകത്തിന്റെ ഉടമക്കാരനുമല്ല എന്ന്. അപ്പോൾ പിന്നെ അതാരാന്ന് വെച്ചു, അതല്ലാഹുവാണ്. എന്നാ പിന്നെ ആ ആളെ തൃപ്തിപ്പെടുത്താനുള്ള വഴി എന്താന്ന് വെച്ചു, ആളെ തൃപ്തിപ്പെടുത്താൻ ആ ആളല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കണം. എന്നാ ഒട്ടക നീക്കുറം, എന്നാ എന്തു നീക്കുന്നു ആ ആളതാണ് എല്ലാം. അപ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലിയ ഇടയന്മാർ കലിമ ചൊല്ലി സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ എന്നാൽ അവനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഒരുക്കമാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ ആ ഏകനായ ഇലാഹായ തമ്പുരാനെ അംഗീകരിക്കാൻ ഒരുക്കമാണ് എന്ന് ഇടയന്മാർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒട്ടകത്തിന് പ്രയാസമുണ്ടാവുകയില്ല എന്ന് ഹാജയും പറഞ്ഞു. ഇവർ കലിമ ചൊല്ലിയതും ഒട്ടകം എണീറ്റ് പോയി. ആദ്യം നാട്ടിലാണ് പറഞ്ഞു, നാടങ്ങോട് വന്നു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. കോഴിക്കോട്ട് ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന ശൈഖിന്റെ പള്ളിയിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു അലാഉദ്ദീൻ ഹംസ് റളിയല്ലാഹു അൻഹു. അലാവുദ്ദീൻ ഹിംസിൽ നിന്ന് വന്ന് പൊന്നാനിയിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടത്തപ്പോഴത്തിന് 1000 ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിമായി. നിങ്ങൾ ചിന്തിക്കുക. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. പ്രബോധനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ആരിഫീങ്ങളെ പിൻപറ്റിയ ജനങ്ങളുമാണ്. അവരാണ് പ്രബോധനത്തിന്റെ ആധാരം. അവരെ കൊണ്ട് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നുമല്ല, അവരെ കണ്ടാൽ തന്നെ ജനങ്ങൾ നന്നാവും. സ്വഹാബത്ത് ഇവിടെ വന്നു, സ്വഹാബത്ത് വാദപ്രതിവാദമൊന്നും നടത്തിയിട്ടില്ല. സ്വഹാബത്തിനെ കണ്ടപ്പോഴത്തിന് ഇവിടുത്തെ ഹിന്ദുക്കൾ അവരുടെ ഭൂമി സ്വഹാബികൾക്ക് നൽകി, വീട് വെച്ചു കൊടുത്തു, മക്കള് മതം മാറ്റി ഇസ്ലാം മതം വിശ്വസിപ്പിച്ച് പെണ്ണ് കെട്ടിച്ച് കുടുംബമാക്കി കൊടുത്തു, പിന്നെയോ പള്ളി ഉണ്ടാക്കി കൊടുത്തു. എല്ലാം ഹിന്ദുക്കൾ ചെയ്തു, എല്ലാം ചെയ്തു ഹിന്ദുക്കൾ. ഹിന്ദുക്കൾ സ്വന്തം മക്കളെ കലിമ ചൊല്ലിപ്പിച്ച് സ്വഹാബികൾക്ക് കെട്ടിച്ചു കൊടുത്തു. പിന്നെയോ വീട് വെച്ചു കൊടുത്തു, പിന്നെയോ ആരാധിക്കാൻ പള്ളി ഉണ്ടാക്കി കൊടുത്തു. ആര്? ശുദ്ധ ഹിന്ദുക്കൾ, ബ്രാഹ്മണന്മാര്, നമ്പൂതിരിമാര്, നായന്മാര്. കേരളത്തിൽ എന്ത് വാദപ്രയോഗം നടത്താൻ വന്നവരല്ലോ, അവർ നല്ലവരായിരുന്നു. അവരെ കണ്ടപ്പോൾ കൊണ്ട് ഒഴുകി ജനങ്ങൾ. ഈ അന്യ സമുദായക്കാരോട് വാദപ്രതിവാദം നടത്തൽ ശരിയാണെന്നും തെറ്റാണെന്നും ഈ പറഞ്ഞ അർത്ഥമില്ല, അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് ഇത് പ്രബോധനത്തിന്റെ ശൈലിയല്ല.
പ്രബോധനത്തിന്റെ ശൈലി നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കലാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒഴുകും. മലബാർ കണ്ട ഏറ്റവും വലിയ പ്രബോധകൻ, മധ്യകാലഘട്ടത്തിന് ശേഷം മലബാറിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത പ്രബോധനം നടത്തിയ ആൾ മഹാനവായ മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മംബുറമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു വാദപ്രതിവാദത്തിന് പോയിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യസ്ഥൻ കോന്തുനായരാണ്. ചിന്തിക്കുക. കെലിമെല്ലാം വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് ആളുകളെ കൊണ്ടുപോയി എത്തിക്കൽ കോന്തുനായരാണ്. ആ കോന്തുനായർക്ക് ഇതിൽ വല്ല വിരോധമുണ്ട്? ഒരു വിരോധമല്ല. ഇങ്ങോട്ട് ഒഴുകി ജനം. എന്തേ? മമ്പത്തെ തങ്ങൾ പഠിച്ചോന്റെ ആളാണെന്ന് കോന്തുനായർക്കും അറിയാം, കോന്തുനായര സമുദായത്തിനും അറിയാം. കളിയാട്ട് മൂക്കിൽ തങ്ങളുള്ള കാലം അത്രയും കളിയാട്ട് മൂക്കിൽ ഉത്സവം നിശ്ചയിച്ചു കൊടുത്തിരുന്നത് തങ്ങളാണ്. ഉത്സവത്തിന് ഡേറ്റ് തങ്ങൾ ഉറപ്പിക്കണം, എന്നാലേ അവർ ഉത്സവം നടത്തുള്ളൂ. എന്തേ? അവരെന്ത് ചെയ്താലും തങ്ങൾ പഠിച്ചോന്റെ ആളാണെന്ന് അവർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതല്ലേ ചരിത്രം ജനങ്ങളെ. ഇതൊക്കെ മാറി മറിച്ച് ഭരിച്ചെറിഞ്ഞ് വഹാബികളെ പ്രൊജക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങോട്ട് നടന്നിട്ട് അവരെ ജനങ്ങളെയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഗൂഢമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഗൗരവമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ ഒറ്റപ്പെടുത്താനുള്ള ഹീനമായ സർക്കാരിന്റെ ശ്രമത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുകയും വേണം. അതിവിടെ പറയുന്ന ഇതിൽപ്പെട്ടതല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ അന്യ സമുദായക്കാരുടെ ഈർഷ്യതകൾ നമ്മുടെ സമുദായം ക്ഷണിച്ചു വരുത്തരുത്. ഇത് നമ്മളെ എല്ലാവരും കൈകാട്ടി സ്വീകരിച്ചിട്ട് വന്നതാണ്. നമ്മളിവിടെ എല്ലാവരും കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരമാലകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല എന്നാ കുമാരനാശാൻ പോലും പറഞ്ഞു. കുറഞ്ഞ ആൾ ഇവിടെ വന്നു, പിന്നെന്തേ അവരെ മഹത്വം കണ്ടപ്പോ ഇങ്ങോട്ട് വന്നു കേറി. എല്ലാരും അങ്ങനെയല്ലേ?